ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ശല്യപ്പെടുത്താതെ പോണം മിസ്റ്റർ. എന്നോട് എന്തിനാ സരോജ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയല്ലേ? അല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഒന്നും ചെയ്തില്ല. അത് തന്നെയാ താൻ ചെയ്ത അപരാധം. ഇന്നലെ വന്നൊരു പീറച്ചക്കൻ എനിക്കെതിരെ ചാനലിൽ കയറി സംസാരിച്ചപ്പോ താൻ എവിടെയായിരുന്നു? എന്നെ ന്യായീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലേ? ഇല്ലടോ. സംവിധായകനും നടനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടനിലക്കാരനായല്ലേ പ്രൊഡ്യൂസർക്ക് നിൽക്കാൻ പറ്റൂ? സംവിധായകനും നടനും. ഞാൻ വെറും ഒരു നടനല്ലടോ, മെഗാസ്റ്റാറാ, മെഗാസ്റ്റാർ. താൻ വലിയൊരു പ്രൊഡ്യൂസർ. എന്നാടോ താൻ പ്രൊഡ്യൂസർ ആയത്? ആരാടോ തന്നെ പ്രൊഡ്യൂസർ ആക്കിയത്? സരോജ്, അതൊന്നും മറക്കുന്നവനല്ല ഈ പച്ചാളം പാസ്. ഇനി ഈ സോഫയിൽ ഇരിക്കണമെങ്കിൽ ആ സംവിധായക തെണ്ടിയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തേച്ചും വരണം. അപ്പൊ നമ്മുടെ പടം മുടങ്ങിപ്പോവില്ലേ സരോജ്? ഇല്ല, അവനെ മാറ്റണം. എത്ര കിഴങ്ങന്മാർ വേറെ കിടക്കുന്നു. അത്തരം കിഴങ്ങന്മാരുടെ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഒരു പരുവത്തിലായപ്പോ സരോജ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ പ്രതിഭകളെ കണ്ടുപിടിച്ചോണ്ട് വരാൻ? പച്ചാളം, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ. അവനുമായി എഗ്രിമെന്റ് ഉള്ളതല്ലേ? ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ സംവിധായകരുടെ സംഘടന കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അവന്റെ ഫുൾ പ്രതിഫലം സെറ്റിൽ ചെയ്ത് വിടണം. അപ്പോഴോ പുതിയതായി വരുന്ന സംവിധായകനും പ്രതിഫലം കൊടുക്കട്ടെ. മാത്രമല്ല അവനവന്റെ തിരക്കഥ തന്നില്ലെങ്കിൽ ലോഹ്യത്തിൽ കൂടി ആ തിരക്കഥ തട്ടിയെടുക്കണം. പണ്ട് ഉദയഭാനുവിന്റെ തിരക്കഥ സരോജ് മോഷ്ടിച്ച പോലെ. എനിക്ക് ആ വിദ്യയൊന്നും വശമില്ല സരോജ്. ഓ, വലിയൊരു മാന്യൻ. ലൈൻ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് കണ്ടവന്മാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ ഗീർവാണമൊന്നും എനിക്ക് കേൾക്കണ്ട. കട്ടതിന്റെ വീതം പറ്റുന്നവനും കള്ളം തന്നെയാ. ഞാൻ തട്ടിയെടുത്തതിന്റെ 3/4 പങ്കു എന്റെ തട്ടിയെടുത്ത മാന്യന്റെ ഗീർവാണോ എനിക്കും കേൾക്കണ്ട. നന്ദി കെട്ടവനെ. വേലയും കൂലിയില്ലാതെ കോടമ്പാക്കത്ത് തേണ്ടി നടന്ന തനിക്കിപ്പോ കുട്ടനാട്ടിൽ ഹൗസ് ബോട്ട്, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ്, പലയിടത്തും എസ്റ്റേറ്റ്. ഇതൊക്കെ എവിടെ നിന്നുണ്ടായടാ? എന്റെ എച്ചിൽ തിന്നിട്ട് എന്നെ തന്നെ കടിക്കാൻ വരുന്നോ? തമ്മി കാണുമ്പോ ഇയാളും വേലയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുക തന്നെയായിരുന്നു കോടമ്പാക്കത്ത്. നവരസത്തെ കുറിച്ച് ചോദിച്ചപ്പോ രസം ഉണ്ടാക്കാൻ പരിപ്പും കായവും വേണോന്ന് പറഞ്ഞാൽ വിധി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവന് ഭരത്, പത്മശ്രീ, ഡോക്ടറേറ്റ്, കേണൽ, ഇതിനൊക്കെ ദില്ലിയിലും ലൂധിയാനയിലും ഓരോരുത്തന്റെ കാലിലൊക്കെ നടന്നത് ഈ ഞാനാ. അതൊന്നും താൻ മറക്കണ്ട. എന്റെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി പോടാ. സരോജ്, പത്മശ്രീക്ക് വേണ്ടി ഞാൻ പത്മശ്രീക്ക് വേണ്ടി തമിഴ്നാട് മന്ത്രിയുടെ കാല് നോക്കിയത് ഞാനാടാ, നീയല്ലടാ. ആവാവുന്ന അത്ര ഉച്ചത്ത് കരഞ്ഞോളൂ. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളരുമ്പോ ഉറക്കം വന്നോളും. അല്ലാതെ അലോപ്പതിയിലെ മാതിരി വേദന ശയിപ്പിക്കാൻ പെയിൻ കില്ലറോ ബോധം കെടുത്തോ ആയുർവേദത്തിലില്ല. കുറച്ച് ലേഹ്യം കിട്ടുമോ? ലേഹ്യോ? എന്ത് ലേഹ്യം? കഞ്ചാവ് ലേഹ്യം. അത് ആയുർവേദമാണല്ലോ, എളുപ്പം കിറങ്ങിയ. ഇവിടുത്തെ പവിത്രത കൂടി നശിപ്പിക്കണം അല്ലേ?
ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നർത്ഥമുള്ളൂ. അയ്യോ വെടിവെക്കല്ലേ, വെടിവെക്കരുത്, വെടിവെക്കരുത്, വെടിവെക്കല്ലേ. നിർത്തോ. ആരാ ഇല വെടിവെച്ചേ? അല്ല, പെട്ടെന്ന് ഞാൻ എന്തോ ഓർമ്മിച്ച്. രോഗി ഭയചകിതനുമാണ്. ബുദ്ധിഭ്രമത്തിനും ചികിത്സ വേണ്ടിവരുന്നാ തോന്നണ. മിസ്റ്റർ പച്ചാളംബാസി? ആ റൂമിലുണ്ട്. താങ്ക് യു. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അലക്സ് ആയിരുന്നോ? വാ. വേദനയ്ക്ക് കുറവുണ്ടോ സാർ? അടി കിട്ടിക്കൊണ്ടിരുന്നപ്പോ ഇത്രയും വേദനയില്ലായിരുന്നു. അതുപോട്ടെ, അലക്സിന്റെ പടം റിലീസായിട്ട് എങ്ങനെയുണ്ട്? ആളുകൾക്ക് വളരെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഭാഗ്യം, ഇപ്പൊ എന്റെ വേദന പകുതി കുറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായോ? ഞങ്ങൾ തമ്മിൽ അടിയുമില്ല പിടിയുമില്ല, ഉള്ളി വെടി. തോക്കെടുത്ത് തന്നെ അവൻ വെടിവെച്ച അലക്സെ. ഞാൻ മതിലിയാടി. അവിടെയാണ് യഥാർത്ഥ അടി നടന്നത്. മതിലിയാടി ഞാൻ ചെന്ന് വീണത് കുളിച്ചോണ്ടിരുന്ന ഒരു തമിഴത്തിയുടെ ദേഹത്തായിരുന്നു. അവളുടെ ഭർത്താവ് ഏഴിമല, അവനൊരു 9 മലയുടെ വണ്ണം കാണും. ഇടിയോടിടി. അപ്പൊ എനിക്ക് തോന്നി അതിനേക്കാളും ഭേദം ആ രാജപ്പൻ തൻ്റെ വെടികൊണ്ട് ചാവുന്നതായിരുന്നെന്ന്. പക്ഷേ ഏഴിമല സ്നേഹമുള്ളവനാ കേട്ടോ. ഇടികൊണ്ട് ഞാൻ ഊർദ്ധശ്വാസം വലിച്ചോണ്ടിരുന്നപ്പോ അവൻ തന്നെ എന്നെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. വെടിവെക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? അതൊക്കെ പിന്നെ പറയാം. ഒന്ന് മാത്രം ഇപ്പൊ പറയാം. രാജപ്പന്റെ കഷ്ടകാലം തുടങ്ങി. ഏതായാലും കടൽക്കാക്ക ശവക്കാക്കയായി. പക്ഷെ തോറ്റു കൊടുക്കാൻ ഈ പച്ചാളംബാസി തയ്യാറല്ല. ഈ താരക്കിഴങ്ങന്മാരാരുമില്ലാത്ത ഒരു പടം അലക്സ് മോൻ എനിക്ക് ചെയ്തു തരണം. മുഴുവൻ പുതുവങ്ങളായാലും കുഴപ്പമില്ല. എന്നിട്ട് ആ പടം വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. ആരോടെങ്കിലുമുള്ള വാശി തീർക്കാൻ വേണ്ടി സിനിമ എടുക്കാൻ കഴിയില്ല. സാറിന് വേഗം സുഖമാകട്ടെ. നമുക്ക് പതുക്കെ ആലോചിച്ചൊരു തീരുമാനമുണ്ട്. Excuse me? Hi, sir. Hi. I want to meet Mr. Alex Samuel. Just a minute, sir. കമൻ. എന്താ വൈകിയത്? ട്രാഫിക് ബ്ലോക്ക്. റോഡിൽ തലങ്ങും വിലങ്ങും വാഹനങ്ങളല്ലേ. മനുഷ്യന് വേഗത്തിലൊന്നും നടക്കാൻ പറ്റണ്ടേ? പറഞ്ഞിരുന്നെങ്കിൽ വണ്ടി അയക്കുമായിരുന്നല്ലോ. അത് നടക്കാൻ വയ്യാണ്ടാവുമ്പോ പോരെ. സ്ക്രിപ്റ്റ് ഇവിടം വരെയായി. ഫസ്റ്റ് റൈറ്റിംഗ് ഇസ് ഓവർ. ഇനിയും പിടിപ്പത് പണിയുണ്ട്. പച്ചാളം സാറ് പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് നല്ല എനർജി തോന്നുന്നു. ഇരിക്കെ. ഇനി എന്നെ വിളിച്ചത് എന്തിനാന്ന് പറ. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നീ പലതും ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായി ഈ സിനിമയിലെ പ്രധാന വേഷം. ഓ പിന്നെ ശ്യാം, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ശ്യാം നായകനാണെന്ന് പ്രൊഡ്യൂസർക്കും സമ്മതമാണ്. സത്യം? ശ്യാമിന് പറ്റിയൊരു ക്യാരക്ടറാണ്. പക്ഷേ എന്തു പക്ഷേ? അല്ല, അത് വേണ്ട അലക്സ്. അലക്സിന്റെ ആദ്യ സിനിമ നല്ലൊരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സിനിമയിൽ ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കും. അത് നല്ലതല്ലേ? അത്രയും വലിയൊരു ഭാരം എന്റെ തലയിലെടുത്ത് വെക്കേണ്ട അലക്സ്. അറിയപ്പെടാത്ത എന്നെ ആളുകൾ സ്വീകരിച്ചില്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് അല്ലേ സേഫ്. എനിക്ക് ചെറിയ എന്തെങ്കിലും മതി. പതുക്കെ പതുക്കെ ആളുകൾക്ക് എന്നെ പരിചയമാവട്ടെ. എസ്റ്റാബ്ലിഷ് ചെയ്ത നടന്മാരുടെ എല്ലാ സിനിമകളും വിജയിക്കാറുണ്ടോ? ഈ ക്യാരക്ടർ ഞാൻ ബോധപൂർവം ശ്യാമിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. എഴുതി വന്നപ്പോൾ തെളിഞ്ഞെളിഞ്ഞു വന്ന ശ്യാമിന്റെ മുഖമാണ്. അതിനി മനസ്സിന്ന് മാറ്റാൻ കഴിയില്ല. ശ്യാമിനത് ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട അലക്സ്. നമുക്കൊന്നുകൂടെ ആലോചിച്ച്. ആര് പറഞ്ഞത് പെട്ടെന്നെടുത്ത തീരുമാനമാണെന്ന്? എനിക്ക് ധൈര്യമുണ്ടടാ. മുതിർന്നവർ പ്രിയപ്പെട്ട മകനെ പോലെ, ചെറുപ്പക്കാർ നല്ലൊരു സുഹൃത്തായി, കുട്ടികൾ സ്നേഹമുള്ള ചേട്ടനായി നിന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടടാ. അലക്സ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വേഷമല്ല, ഒരു ജീവിതം നീ എനിക്ക് തരുന്നത്. എനിക്കിടയ്ക്കൊക്കെ കാശ് തന്ന് സഹായിക്കുന്നുണ്ടാ ഇപ്പൊ ഈ ഫിലിമിൽ ലീഡ് റോള് കിട്ടിയത്. അലക്സിന് എന്നിലുള്ള വിശ്വാസം കൊണ്ടല്ല. പിന്നെ ഓരോ തവണ കാശ് തരുമ്പോഴും അറിയാതെ എന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവല്ലോ. അങ്ങനെ ദൈവം അലക്സിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ പോട്ടെ, ട്രീറ്റ് തരുന്ന എപ്പോഴാ? എന്റെ എത്ര ഫ്രണ്ട്സിനെ വിളിക്കണം? 14 രാവിലെയാണ് ഫിലിമിന്റെ പൂജ. വരണമെന്നില്ല, പറഞ്ഞു മാത്രം. ഞാൻ വരും. കുറച്ച് ഫ്രണ്ട്സിനും കൂടെ വിളിക്കും. ചുമ്മാ ഒരു ഗമയല്ലേ. അല്ല,
കിട്ടിയോ? ആ അഡ്വാൻസ്. ഈ റോള് കിട്ടിയത് തന്നെ ഭാഗ്യം. എനിക്ക് കാശ് വേണ്ടിട്ടല്ല, പണയം വെച്ച റിങ് തിരിച്ചെടുക്കണ്ടേ. പണയം വെച്ചറിഞ്ഞോ? അന്ന് കാലത്ത് വരുമ്പോ ആ വിരലൊരു റിങ് ഉണ്ടായിരുന്നില്ലേ, അത് മിസ്സായത് തിരിച്ചു വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിച്ചോ? അല്ല സിയു, പൂജയെന്ന് കാണാം. ടൈം പറഞ്ഞത്, ഇപ്പൊ 10:40 ആയി. ഒരു ഓട്ടോ പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. 4 പേരും കൂടെ എങ്ങനെ ഓരോ ഓട്ടോയിൽ കയറുന്നത്? 2 ഓട്ടോ പിടിക്കാനാണെങ്കിൽ മിനിമം 200 രൂപ. ഞാൻ വിചാരിച്ചത് പൂജ നടക്കുന്ന ഹോട്ടൽ തൊട്ടടുത്താണെന്നാ. കാശ് എന്റെ ഉണ്ടായിരുന്നു. കാശ് പലയിടത്തും ഉണ്ട്. റിസർവ് ബാങ്കിലുണ്ട്, അംബാനിയുടെയിലുണ്ട്. അതൊക്കെ നമ്മളെങ്ങനെ എടുത്ത് ചെലവാക്കും? ലേഖയുടെ നടപ്പിന്റെ ഭംഗി കാണാൻ ഇവിടെ ആരുമില്ല. ഓട് ഓട്. ഓ ഭാഗ്യം, ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല. 4-5 പേരെയല്ലേ കാണുന്നുള്ളൂ. 10:30 ആണല്ലോ പറഞ്ഞത്. എനിക്ക് തെറ്റിയോ? ഞങ്ങൾ ശ്യാമിനെ വെയിറ്റ് ചെയ്യായിരുന്നു. പൂജ വേണ്ടെന്ന് വെച്ചു. കേരളത്തിലുള്ള യൂണിയന്റെ ആളുകൾ നമ്മുടെ പടം ബാൻ ചെയ്തു. നടക്കാനിടയില്ലാത്തൊരു പടത്തിന്റെ പൂജ നടത്തിയിട്ട് എന്ത് കാര്യം? എനിക്കുറപ്പാ സരോജാണ് ഇതിന്റെ പിന്നിൽ. അയാൾ അഭിനയിക്കാണ്ടിരുന്ന പടത്തിൽ വർക്ക് ചെയ്യാമെന്നേറ്റ മുഴുവൻ പേർക്ക് മുഴുവൻ പ്രതിഫലവും കൊടുത്തിട്ട് പുതിയ പടം തുടങ്ങിയാൽ മതി എന്നാ അവന്മാര് പറയുന്നു. എന്ന് വെച്ചാൽ 1.5 കോടിയോളം രൂപ ചുമ്മാ കൊടുക്കാൻ നടക്കുന്ന കാര്യമാണോ അത്? എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. ശ്യാം അപ്സെറ്റ് ആണ്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ കോളേജിലേക്ക് പോയിക്കോ. ഈ അവസ്ഥയില് ഞാൻ ശ്യാമിനെ തനിച്ചാക്കിയിട്ട്. ഓക്കെ ഓക്കെ. യൂണിയൻ കേരളത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ചർച്ച എന്ന പ്രഹസനത്തിന്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാണാം. ശ്യാം എങ്ങനെയാ വന്നത്? ബസ്സിലാണ് സാർ. എവിടെങ്കിലും വിടണോ? വേണ്ട സാർ, സാർ പോയിക്കോളൂ. അലക്സും അല്ലാതെ അപ്സെറ്റാണ്. അതോർക്കുമ്പോഴാണ് വിഷമം. ശാപിക്കപ്പെട്ടവനെ കൂടെ കൂട്ടിയാന്ന് ആശയം ഉണ്ടാവും. അങ്ങനെയൊന്നും ചിന്തിക്കരുത് ശ്യാം. പിന്നെ എങ്ങനെ ചിന്തിക്കണം? കുറച്ച് കഴിയുമ്പോൾ അമ്മ വിളിക്കും, പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ. എല്ലാം മുടങ്ങിപ്പോയെന്നറിഞ്ഞാൽ കരയാൻ തുടങ്ങും. കുറച്ചു കാലമായി അമ്മയ്ക്ക് അതല്ലേ അറിയുള്ളൂ. ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വെച്ചാൽ അമ്മയോട് ഇത് പറയാൻ പോയത്. വേണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പോകുന്നതും പോവാത്തതും ശ്യാമെന്തിനെ പ്രശ്നമാക്കുന്നത്? ഇതിപ്പോ ലേഖയെ സംബന്ധിക്കുന്ന കാര്യം വല്ലതും ആണോ? ആണോന്ന്? എട്ട് വർഷത്തോളമായി നമുക്ക് തമ്മിലറിയാം. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ശ്യാം പാടുന്നതും സമ്മാനങ്ങൾ വാങ്ങുന്നതും കാണാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്തുകൊണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അന്നൊക്കെ വല്ലപ്പോഴും മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ശ്യാം ചെന്നൈയിൽ പഠിക്കാനെത്തിയതിനു ശേഷം മാസങ്ങളോളം തമ്മിൽ കാണാതിരുന്നപ്പോ എനിക്ക് ചെന്നൈയിൽ പഠിക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ നിർബന്ധിച്ചത് സത്യത്തിൽ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലപ്പോഴും ശ്യാമിനെ ഒന്ന് കാണുക, അത് മാത്രം. ശ്യാമിന്റെ വിഷമം എന്റെ വിഷമമാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇതൊന്നും മനസ്സിലാവാതിരിക്കാൻ ഞാൻ ഹൃദയമില്ലാത്തവനല്ല. പക്ഷെ ഇതുപോലെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഓരോ അടികൾക്കും ഇടയിൽ ഉള്ളു തുറക്കാനാവാതെ ഞാൻ കഴിച്ചു കൂട്ടുകയായിരുന്നു. ആ പുലിക്കോട് മാധവനല്ലേ? ഞാൻ യൂണിയൻ പ്രസിഡന്റ് ബാബു കൊരളയാ. അതെ, ആർട്ട് ഡയറക്ടർ സുമിത്രൻ ബാലുശ്ശേരിയെ ബാൻ ചെയ്തേക്ക്. ബാൻ എന്ന് പറഞ്ഞാൽ നിരോധനം. അവനെ ജോലിക്ക് വെക്കണ്ടാന്ന്. പിന്നെ ആ നടൻ മധു വെമ്പായം, അവനെ ബാൻ ചെയ്തേക്ക്. കുറച്ചു കാലം അവൻ ചൊറിയും കുത്തി വീട്ടിയിരിക്കട്ടെ.
അപ്പ പഠിച്ചോളൂ. ഓക്കെ. ഉമേഷ് കുമാറെ, ഇന്നിനി ആരെയുടെ ബാൻ ചെയ്യാനുള്ളത്? ക്യാമറാമാൻ കണ്ണൂർ ശിവൻ. ആ, പക്ഷെ അവനിപ്പോ ദുബായിലും കണ്ടല്ലേ. മടങ്ങി വരട്ടെ, എന്നിട്ട് ബാൻ ചെയ്യാം. പിന്നെ സുബൈർ കല്ലായി മെസ്സുകാരനെ അന്നുച്ചയ്ക്ക് നമുക്ക് 20 ഊണും 20 കരിമീൻ പൊള്ളിച്ചും കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്ത പോലും ഇല്ലല്ലോ. അയ്യോ, ഞാൻ അതങ്ങ് മറന്ന്. അവനെ ഉച്ചയാകുമ്പം ബാൻ ചെയ്യാം. ഇരുന്നിട്ട് കാര്യമില്ല. പറഞ്ഞതുപോലെ മുഴുവൻ പേരുടെയും പ്രതിഫലം സെറ്റിൽ ചെയ്തിട്ട് വാ, എന്നിട്ട് സംസാരിച്ചാ മതി. പ്രസിഡന്റ് ഒരു ഷോട്ട് പോലും എടുക്കുന്നതിന് മുമ്പ് ആ പടം നിന്ന് പോയത്. പടം നിർത്താൻ നിങ്ങളോട് ആര് പറഞ്ഞു? പത്മശ്രീ സരോജ് പിന്മാറിക്കളഞ്ഞില്ലേ? നിങ്ങളാ പിന്മാറിയത്. അല്ലല്ലോ, സരോജ് ഇപ്പോഴും അഭിനയിക്കാൻ ആര് തയ്യാറാണല്ലോ. പറഞ്ഞു? കോംപ്രമൈസിന് പോയി എന്നെ അയാൾ തോക്കെടുത്ത് വെടിവെച്ചില്ലേ? തെളിവുണ്ടോ? തെളിവ് ഞാൻ എയുടെ വീട്ടിൽ പോയി അന്ന് വെടിവെച്ച ഉണ്ട പെറുക്കി കൊണ്ടുവന്ന് തരണം. ഓഹോ, പരിഹസിക്കുകയാണോ? എങ്കിൽ ആജീവനാന്തം ബാൻ ചെയ്ത് കളയും. മിസ്റ്റർ സരോജ് TV ചാനൽ പരസ്യമായി പറഞ്ഞല്ലോ എന്റെ പടത്തിൽ ഇനി അഭിനയിക്കില്ല എന്ന്. ടിവിയിൽ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് തെളിവായിട്ട് എടുക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങളോട് ആരും കാരണം ചോദിക്കാറില്ല. ആ പത്രോസേ, സാർ. താൻ പോയി ഒരു കുപ്പി റാം വാങ്ങിച്ചോണ്ട് ഓ. വാ. എന്നിട്ട് വ്യാജ സീഡി പിടിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് നമ്മൾ ടൂർ പോകാറില്ലേ, അതിന്റെ കാർ വാടകയായിട്ട് കണക്കെഴുതിക്കോ. പ്രസിഡന്റ്, ആ, ഏതോ ഒരുത്തൻ ഗേറ്റിൽ നിന്ന് മൂത്രമൊഴിക്കുന്നു. ആഹാ, ഓടിപ്പോയി അവനെ ബാറ്റ് ചെയ്തിട്ട് വാ. നടീനടന്മാരുടെ ഡേറ്റ് മുഴുവൻ വേസ്റ്റ് ആയില്ലേ? അവർക്ക് മുഴുവൻ പ്രതിഫലവും കൊടുക്കണമെന്ന് അവരുടെ സംഘടന വിളിച്ചു പറഞ്ഞിരിക്കുക. താരങ്ങളുടെ സംഘടനാ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോ അങ്ങനെ ഒരു ആവശ്യം ഒരു പറഞ്ഞില്ലല്ലോ. അവര് പരസ്യമായി പറയില്ലല്ലോ, പക്ഷെ രഹസ്യമായി ബാൻ ചെയ്യും. ഞങ്ങൾ പരസ്യമായി ബാൻ ചെയ്യും. ആ ഒരു വ്യത്യാസമേ ഞങ്ങൾ തമ്മിലുള്ളൂ. A huge amount is lost as advance. You should at least consider that. നിങ്ങൾക്ക് പോകാം. എങ്ങോട്ട് പോകാൻ? ഇന്നിതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ ഉത്തരത്തെ കെട്ടി തൂങ്ങി. വരൂ മിസ്റ്റർ സരോജ്. അതെ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. മനസ്സിലായി. ഇരിക്കൂ മിസ്റ്റർ സരോജ്. ഇവറ്റകളെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കയറി വന്നതാ. അറിഞ്ഞിരുന്നെങ്കിൽ തോക്കെടുത്ത് വരാമായിരുന്നു. ബാബു അതങ്ങ് കൊടുക്ക്. ബിൽഡിംഗ് ഫണ്ടിലേക്ക് 20 ലക്ഷം ഉണ്ട്. വളരെ സന്തോഷം. ബിൽഡിംഗ് ഫണ്ടിലേക്ക് ഞങ്ങൾ പണം പിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായെങ്കിലും ഞങ്ങളുടെ ചെലവൊക്കെ കഴിഞ്ഞ് ഇതുവരെ തറക്കല്ലിടാൻ പോലും പറ്റിയില്ല. വേണമെങ്കിൽ ചോദിച്ചാ മതി, ഇനിയും തരാം. ഓ, സമാധാനമായി. പച്ചാളം ഭാസിയെ ചുരുട്ടി കൂട്ടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അത് മതി. അവന്റെ പത്തി ചതച്ച് ചതച്ച് അരയ്ക്കണം. സാർ, സ്ക്രിപ്റ്റ് ഇതിലുണ്ട്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. 11 മണിക്കാ ട്രെയിൻ. ഡ്രൈവറും കാറും പുറത്തുണ്ട്. അയാൾ സ്റ്റേഷന് വിട്ടോളൂ. അത് വേണമെന്നില്ല സാർ, ഞങ്ങളൊരു ഓട്ടോ പിടിച്ചങ്ങ് പോയേക്കാം. അതെന്താ, പടം നടക്കാത്തതുകൊണ്ട് കാറ് വേണ്ടെന്നാണോ? അതുകൊണ്ടല്ല, പക്ഷേ 1.5 മാസം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ 100-ലേറെ സ്റ്റിൽ ക്യാമറകൾ ചേർത്ത് വെച്ച് ഒരു കുതിര ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരാൾ പകർത്തി. ഓരോ ഫ്രെയിമും ചേർത്ത് വെച്ച് അയാളത് ഓടിച്ചു നോക്കി. അവിടെ നിന്നാണ് ചലച്ചിത്രത്തിന്റെ ആദ്യ ആലോചന തുടങ്ങുന്നത്. പിന്നെയും ഒരുപാട് വർഷങ്ങളെടുത്തു സിനിമ ഒരു യാഥാർത്ഥ്യമാകാൻ. ഇതിനിടയിൽ ഒരുപാട് പേരുടെ കണ്ടെത്തലുകൾ, ത്യാഗങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഒരു എഫേർട്ടും എടുത്തിട്ടില്ല. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അലക്സ്, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്റെ ബാനർ ചെയ്യുമ്പോഴല്ലേ നിരോധനമുള്ളൂ? വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ഈ പ്രോജക്റ്റ് അലക്സിന് ചെയ്യാമല്ലോ. അത് വേണ്ട സർ. സാറ് എന്ന പ്രചോദനത്തിൽ നിന്നാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടായത്. അത് അങ്ങനെ നടന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവും. അയ്യോ, ബേബിക്കുട്ട സാറ് വരൂ. സാർ വരൂ. പച്ചാളത്തിന്റെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു. ഒരുപാട് തവണ ട്രൈ ചെയ്തെങ്കിലും സ്വിച്ച് ഓഫ്. പടം നിന്നുപോയതിലുള്ള പലരുടെ അനുശോചനം കേട്ട് മടുത്തപ്പോ ഓഫ് ചെയ്താണ് സാർ. നമുക്കറിയാലോ, ഉള്ളാലെ സന്തോഷിക്കുന്നവരാ ഈ സമയത്ത് കൂടുതലും വിളിക്കുക. അവരെങ്ങനെ സൂഹിക്കണ്ടെന്ന് എനിക്ക് തോന്നി. ഹലോ സാർ. ആ, നമസ്കാരം. അലക്സ് സാമുവൽ, ഞാൻ ബേബിക്കുട്ട. അറിയാം സാർ, ഇരിക്കൂ. ആള് ഞാൻ വിചാരിച്ചാലും ചെറുപ്പമാണല്ലോ. പക്ഷെ വേറൊന്നും തോന്നരുത്, ഒരു ചെറുപ്പക്കാരന്റെ ഊർജം തീരെ ഇല്ലാത്ത ആളാണല്ലേ. സംവിധാനം ചെയ്യൽ മാത്രമാണോ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ്? സിനിമയ്ക്കെതിരെ നിൽക്കുന്നവനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ചങ്കൂറ്റം കൂടി വേണ്ടേ? ഇത് എന്റെ ചങ്കൂറ്റത്തിന്റെ പ്രശ്നമല്ല സാർ. അവസാനം അടിപെടുന്നത് ഇൻവെസ്റ്റർ ആണല്ലോ. എന്താ മിസ്റ്റർ പച്ചാളം, ഇവിടെ പോലീസില്ലേ, നിയമമില്ലേ, കോടതിയില്ലേ? ഏതാനും ചില കടൽ കിഴവന്മാരെ പേടിച്ച് ഓടി ഒളിക്കുകയാണോ വേണ്ടത്? ബേബി സാറിന് അറിയാമോന്ന് എനിക്കറിയില്ല. സരോജും ഞാനും തമ്മിൽ തെറ്റി. ഈ പ്രോജക്റ്റിനെതിരെ പുറകെ ഇന്ന് കളിക്കുന്നത് അയാളാ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം,
അയാളെപ്പോലുള്ള താരങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വെറും ഭാഗ്യം മാത്രമാണ്. അവരെല്ലാം ഈയാമ്പാറ്റകളെ പോലെ വരും പോകും. അപ്പോഴും സിനിമ ഇവിടെ ഉണ്ടാവും. ഒരു സിനിമ അത് സൃഷ്ടിച്ചവന്റെ പേരിലാണ് ഇനിയുള്ള കാലം അറിയപ്പെടാൻ പോകുന്നത്. മറ്റു പലയിടത്തും അതങ്ങനെയാണ്. ഇവിടെയും സൂചനകൾ കണ്ടു തുടങ്ങി. ഫൈറ്റ് ചെയ്യണം. നിഷേധിക്കപ്പെട്ടതെല്ലാം നേടിത്തരാൻ തൽക്കാലം എനിക്ക് കഴിയും. കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. മിസ്റ്റർ ബേബി കുട്ടനുണ്ടോ? ഉണ്ട് സാർ, വരൂ സാർ. സാർ, ആക്ടർ സരോജ് കുമാർ വന്നിട്ടുണ്ട്. സരോജ് കുമാറോ? വരാൻ പറ. ശരി സാർ. ആ വരൂ മിസ്റ്റർ സരോജ് കുമാർ. ഇതെന്ത് പറ്റി? താരം മണ്ണിലേക്ക് ഇറങ്ങി വരാൻ? ഏയ്, ഞാനൊക്കെ എന്ത് താരം. നിർമ്മാതാക്കളില്ലെങ്കിൽ സിനിമയുണ്ടോ? അപ്പൊ ബേബിക്കുട്ടനൊക്കെ അല്ലേ യഥാർത്ഥ താരങ്ങൾ? അതെനിക്കൊരു പുതിയ അറിവാണ്. ഞങ്ങളില്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് ഭാവിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതൊക്കെ വിഡ്ഢികൾ. കറക്റ്റ്. ഞാനും അങ്ങനെ കരുതിയിട്ടുള്ളൂ. പിന്നെന്താ വിശേഷിച്ച്? അത് കൊള്ളാം. എനിക്ക് ബേബിക്കുട്ടനെ കാണാൻ അങ്ങനെ വിശേഷം വല്ലതും വേണമെന്നുണ്ടോ? ആരോ പറഞ്ഞു ബേബിക്കുട്ടന്റെ ഓഫീസ് ഇവിടാണെന്ന്. എങ്കിലൊന്ന് കാണാമെന്ന് വെച്ചു. തമ്മിൽ കണ്ടിട്ടും കുറച്ച് നാളായല്ലോ. സരോജനെ എനിക്ക് പണ്ടേ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞത് വെറും നുണ. ചേച്ചേ, ഞാനിപ്പോ പഴയ ആളൊന്നുമല്ല. എന്നാലും ആട് കിടന്നെടുത്ത് പൂടെയെങ്കിലും കാണാതിരിക്കുവോ? എങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ. എന്ത്? പച്ചാളത്തിന്റെ പടം സരോജ് ഇടപെട്ട് യൂണിയനെ കൊണ്ട് ബാൻ ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ള തെമ്മാടിത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവർ പടം ഷൂട്ട് ചെയ്യും, തിയേറ്ററിൽ എത്തിക്കും. ഞാൻ സപ്പോർട്ട് പിൻവലിക്കണമെന്ന് സരോജല്ല മറ്റേത് ഏഭ്യൻ പറഞ്ഞാലും നടക്കില്ല. ഞാനിവിടെ വന്നത് പഴയൊരു സുഹൃത്തിനെ കാണാനാണ്. എന്ത് സുഹൃത്ത്? എവിടുത്തെ സുഹൃത്ത്? തന്നെ വെച്ച് ഒരേ ഒരു പടമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയി ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചവനല്ലേ താൻ? ഉദയഭാനുവിന്റെ തിരക്കഥ മോഷ്ടിച്ച് അതിന്റെ പുറത്ത് ആളായവനല്ലേ താൻ? ബെസ്റ്റ് സുഹൃത്ത്. അന്ന് തന്നെ അതിനൊക്കെ മാപ്പ് പറഞ്ഞതല്ലേ ഞാൻ. പക്ഷെ താൻ മാറിയില്ലല്ലോ. എടോ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റാങ്കോടെ പാസ്സായി ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വേഷം കെട്ടേണ്ടി വന്ന ഒരു പാവപ്പെട്ട പയ്യനെ താൻ തല്ലിയില്ലോടും. അന്നതറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്തയടിച്ച് കലക്കിയാൽ. അതിനും ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്നോടോ? അവന്റെ കാല് പിടിച്ച് മാപ്പി ചോദിച്ചിട്ട് പാടോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിലും തന്റെ മാപ്പിന് എന്തു വില? സ്വന്തം അച്ഛനെയും താൻ തല്ലും, പിന്നീട് മാപ്പും ചോദിക്കും. ഓക്കെ ബേബിക്കുട്ട, നമുക്ക് ഇനിയും ഒരുമിച്ച് പടങ്ങൾ ചെയ്യണം. ഞാൻ എത്ര ഡേറ്റ് വേണമെങ്കിലും തരാം. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന പ്രയോഗം ഭാഷയിലുണ്ടായത് ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കും. തന്റെ ഡേറ്റ് മുഴുവൻ ഒരു പാത്രത്തിലിട്ട് പുഴുങ്ങി താൻ തന്നെ വിഴുങ്ങിക്കോ. ഓ, അത് ശരി. ഒന്ന് ചോദിച്ചോട്ടെ, പച്ചാളം എന്ന നാറിയുടെ പടം ബാൻ ചെയ്തത് ഒരുപാട് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അവരെ എതിർത്താലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ബേബിക്കുട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ സംഘടനകളും ഉണ്ടായത് സിനിമയുടെ നന്മയ്ക്കാണെന്നാണ് വെപ്പ്. പക്ഷേ നേതാക്കന്മാരുടെ ഈഗോ, ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് ആളാകാനുള്ള വ്യഗ്രത, അങ്ങനെ ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങൾ, അതുകൊണ്ട് തമ്മിൽ തല്ലി അവർ സിനിമയെ കൊല്ലുകയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചേർന്നുള്ള ഒരു സംഘടന ഇന്നിവിടെ ഇല്ല. അതുണ്ടാവുന്നതുവരെ എന്നെപ്പോലെയുള്ള വ്യക്തികൾ തനിച്ച് നിന്ന് ചില പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. പ്രത്യാഘാതങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. ചുവരുണ്ടെങ്കിലേ ചിത്രമെഴുതാൻ പറ്റൂ എന്ന പഴയ ചൊല്ല് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായി. ഞാൻ എന്ന ചുവരനെ നിങ്ങൾ ഇല്ലാതാക്കും. ഗുണ്ടായിസം. എന്റെ പ്രതികരണം പറയാം. ഇറങ്ങി പോടാ എന്റെ മുറിയിൽ നിന്ന്. ഇല്ല,
വിടില്ല ബാബി, നിന്നിൽ നിന്ന് തന്നെ നീ ഓടാൻ ശ്രമിക്കുന്നത്. ഇല്ല, വിടില്ല. ആരാ കാറിൽ ഫ്രെയിമിലേക്ക് കയറ്റിവിട്ടത്? ഒരാളല്ലേ ശ്രദ്ധിക്കാൻ? മാറ്റാൻ പറ. യൂണിയനെ ധിക്കരിച്ച് നീയൊക്കെ ഷൂട്ടിംഗ് നടത്തി വിടടാ, തല്ലി പൊളിക്കണ. നിങ്ങളെന്തേ കാണിക്കുന്നേ? നിർത്താൻ. അവരെ തൊട്ടുപോകരുത്. അയ്യോ 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 അയ്യോ. എടാ പച്ചാളംബാസി, എടാ മലയാള സിനിമ ഞങ്ങൾ ഇല്ലാതാക്കോടാ, നീ നോക്കിക്കോ. നീ പോടാ പ്രകാശം പരത്തുന്നവനെ. ഞാൻ പറഞ്ഞില്ലേ ഈ തെമ്മാടികൾ ഇത് ചെയ്യുമെന്ന്. പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയത് എത്ര നന്നായി. സാർ, ഇങ്ങനെ തല്ലും പിടിയുമായി എങ്ങനെ മുന്നോട്ട് പോകും? ഇതൊരു ക്രിയേറ്റീവ് വർക്കല്ലേ. സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ എങ്ങനെ ഇത് നടക്കും? അത് ശരിയാണ്. പെട്ടെന്ന് അവൻ ഒരു പത്തി താഴ്ത്തുമെന്ന് തോന്നുന്നില്ല. എല്ലാ ദിവസവും പോലീസ് പ്രൊട്ടക്ഷൻ പ്രാക്ടിക്കലും അല്ല. ഈ കഥയ്ക്ക് നേറ്റിവിറ്റി വലിയ പ്രശ്നമല്ല. കർണാടകയിലോ തമിഴ്നാട്ടിലോ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട ലക്സേ. മലയാളികൾ തന്നെ മലയാള സിനിമയെ നശിപ്പിക്കുന്ന ഈ നാട്ടിൽ നിന്നും നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി നമ്മുടെ സിനിമ തീർക്കാം. താങ്ക് യു സാർ. എങ്കിൽ തൽക്കാലം പാക്കപ്പ് പറഞ്ഞേക്കട്ടെ. പറഞ്ഞോളൂ. എടാ തെങ്ങുമൂടി രാജപ്പ നാറി, ഇത് ഞാനടാ പച്ചാളം ബാസി. എന്റെ പടം ഹിൽ സ്റ്റേഷൻ സൂപ്പർ ഹിറ്റായടാ റാസ്കൽ. ഈ പടത്തിന്റെ ലാഭം മുഴുവൻ നിന്നെ കൊന്നിട്ട് അതിന്റെ കേസ് നടത്താൻ ചെലവാക്കോടാ ഞാൻ. എടാ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. കലൂർ സ്റ്റേഡിയത്തിലോ പുത്തിരിക്കട്ട മൈതാനത്തോ എവിടെയാന്ന് വെച്ചാൽ നീ നിന്റെ തോക്കം കൊണ്ട് വാടാ. കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു തോക്കിന്റെ ലൈസൻസ് എനിക്കും കിട്ടിയടാ. ഇതാ ശബ്ദം കേട്ടോ. കേട്ടല്ലോ, ഇനി ധൈര്യം ഉണ്ടെങ്കിൽ വാടാ കള്ള പന്നി. എടാ ശ്യാമേട്ടൻ വന്നടാ. എടാ ശ്യാമേട്ടൻ, എത്ര നാളെ നോക്കിയിരിക്കുന്നു. ഏതാ ശ്യാമേട്ടൻ? അടുത്ത ഷട്ടല്ലേ ശ്യാമേട്ടാ പടത്തിലിട്ടേക്കുന്നത്? ശരിക്കും ഹിൽ സ്റ്റേഷനിൽ ശ്യാമേട്ടൻ അടിച്ചു പൊളിച്ചു, പാട്ടും തകർത്ത് കേട്ടോ. 25 ദിവസം കഴിഞ്ഞു, ഇപ്പോഴൊന്നൊരാളാന്നറിയോ? ടിക്കറ്റ് കിട്ടാനല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാരും സിനിമ കണ്ടു കഴിഞ്ഞു? പിന്നെ ഇനി നാട്ടിലാരും കാണാൻ ബാക്കിയില്ല. അച്ഛാ, സിനിമ നടന്ന ശ്യാമേട്ടൻ വന്നു. എന്താടാ ബാലു, ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് സിനിമാ നടനായോ? ഞങ്ങളാരും ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ലല്ലോ. അയ്യോ, ഇത് ആരായി? എടാ ശ്യാമേ, നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്താ വിശേട്ടാ, എനിക്ക് മറവി രോഗം ബാധിച്ചു. എടാ ശ്യാമേ, ആ പടത്തിൽ നടുറോട്ടിലിട്ട് തന്നെ ബൈക്കുകാരൻ തൊഴിക്കുന്നില്ലടാ. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നാലും ആ സരോജ് കുമാർ തല്ലിയപ്പോ നീ എന്താടാ കുന്തം മിഴിഞ്ഞ പോലെ നിന്ന് കളഞ്ഞത്? ഒരെണ്ണം നിനക്ക് പൊട്ടിക്കായിരുന്നില്ലേ? മുതിർന്ന ആളുകളോട് നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ ബാലേട്ടാ? അങ്ങനെ അയാൾ അടിച്ചതിന്റെ വാശിയിലാണല്ലോ ഇവനെ തന്നെ നായകനായിക്കൊണ്ട് അതേ സംവിധായകൻ ഈ പടം എടുത്തത്. ശരിയല്ലേ? ഞാനൊരു വാരിയൽ വായിച്ചാറാ. അങ്ങനെയല്ല, എനിക്ക് ചെയ്യാൻ പറ്റിയ റോൾ ഉണ്ടായി, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ നീ കാരണം ഈ തൊട്ടിപ്പാലം പഞ്ചായത്ത് ഭയങ്കര ഫേമസ് ആയി ശ്യാമേ. എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇനിയുള്ള സിനിമയിൽ നീ അഭിനയിക്കുമ്പോഴേ നമ്മുടെ നാടിന്റെ പേര് കൂടി നിന്റെ പേരിനോടൊപ്പം ചേർക്കണം. അടൂർ ഭാസി, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അതുപോലെ തൊട്ടിപ്പാലം ശ്യാം. തൊട്ടിപ്പാലം ശ്യാമെന്നോ മറ്റോ വച്ചാൽ നല്ല ഇടിയിട്ടും. എന്തായാലും ഞങ്ങക്ക് സന്തോഷമായടാ. കുറെ കഷ്ടപ്പെട്ടെങ്കിലും നീ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിയല്ലോ. ഇനിയും ഉയരങ്ങളിലെത്താൻ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും. അത് മതി രവിയേട്ടാ, എനിക്കത് മതി. ഇനി മതി കേട്ടോ. നീ ഹോട്ടലിൽ നിന്ന് തന്നെയാണോ ഇപ്പോഴും കഴിക്കുന്നത്? വേറെ വഴിയില്ലല്ലോ. സ്കൂളിലൊക്കെ ഏട്ടന്റെ വിശേഷങ്ങൾ പറഞ്ഞ് ഞാൻ മടുത്തു. എങ്കിൽ നീ ഇനി ആ സ്കൂളിലോട്ട് പോണ്ട. പോകാതെ പിന്നെ? ഞാൻ ചിലതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 2 ദിവസത്തിനകം ചെന്നൈയിലോട്ട് പോകണം. 2 ദിവസോ? ഇത്രയും നാളുകൂടി വന്നിട്ട് ഒരാഴ്ചയെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാ പോരെ? ഫോണിൽ പറയണ്ടെന്ന് വിചാരിച്ചതാ. ഞാൻ അവിടെ കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു വീട് വാടകയ്ക്ക് എടുത്തു. നിങ്ങൾക്ക് 2 പേർക്കും അവിടേക്ക് വന്നോടെ? അതെങ്ങനെയാടാ ശരിയാവുന്നത്? തയ്യൽ ജോലി ഇപ്പോഴാ ഒന്ന് പച്ച പിടിച്ചു വരുന്നത്. അവിടെ ആളുകൾ ബ്ലൗസും ചുരിദാറും ഒക്കെ ഇടുന്നുണ്ടമ്മേ.
തൽക്കാലം ഈ വീട് ഒഴിയാം. ഇവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് നമുക്കങ്ങ് പോകാം. വേറെ ആരോടും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ കേരളത്തിലേക്ക് മടങ്ങേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അപ്പം തീരുമാനിക്കാം.